ചില പട്ടിയേക്കും ആനകൾക്കുള്ള മനുഷ്യത്വേ ചില മനുഷ്യർക്ക് ഉണ്ടായിരുന്നെങ്കിലും ആലോചിച്ചു പോവാണ്. ഒരു പട്ടി ഈ നടക്കുന്നുണ്ടോ? റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ ഇടയിൽ കണ്ട ഒരു വിഷ്വലാണ്. ഒരു നേരം ആഹാരം കൊടുത്തതിന്റെ പേരിൽ ഒരു പട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മണ്ണിൽ നിന്ന് പോകാതെ മഴയത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കാണ്. പട്ടിക്കുള്ളിലെ ആ മനുഷ്യത്വത്തെ കാണുമ്പോൾ നമ്മുടെ മനുഷ്യനുള്ളിൽ ഒരു പട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോവാണ്. ഒരമ്മ കുത്താമെന്ന ആനയുടെ മുന്നിൽ മുഖത്ത് നോക്കി പറയാണ്, പേടിയാവുന്നു, ഞങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ ആ ആന കരഞ്ഞു എന്ന് പറയാമ്മ. ഒരു രാത്രി മുഴുവൻ ആ അമ്മയ്ക്ക് കാവലായി ആനയുടെ കാൽ കീഴിൽ അമ്മയ്ക്ക് സുഖമായി ആന സംരക്ഷണം ഒരുക്കി. ആനയ്ക്കുള്ളിലെ മനുഷ്യനെ ഓർക്കുമ്പോ നമ്മുടെ മനുഷ്യനുള്ളിൽ ഒരു ആന ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. എനിക്ക് തോന്നുന്നു മിണ്ടാപ്രാണികൾക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് അവരുടെ ഉള്ളിൽ വർഗീയമായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ബോധമില്ലാത്തത് കൊണ്ടായിരിക്കും. ഒരുപക്ഷെ വർഗീയമായി ചിന്തിക്കാൻ പറ്റാത്തൊരു രാഷ്ട്രീയ ബോധമുള്ള ഒരു നായയാണ് അല്ലെങ്കിൽ ഒരു ആനയാണ് മനുഷ്യനേക്കാൾ നല്ലത്, മനുഷ്യനേക്കാൾ നമുക്ക് വേണ്ടതെന്നൊക്കെ ചിന്തിപ്പിക്കുന്ന അവസ്ഥയിലൂടെ കേരളം കടന്നു പോവുകയാണ്. ദയവ് ചെയ്ത് ഈ മെസ്സേജ് രാഷ്ട്രീയമായി കാണരുത്. ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ സ്നേഹമാണ്, കരുതലാണ്. ഈ മെസ്സേജിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഒന്നേ ഉള്ളൂ, മിണ്ടാപ്രാണികൾ കാണിക്കുന്ന നന്മ ഈ നിമിഷം നമ്മൾ മലയാളികൾ, കേരളീയർ, മനുഷ്യർ കാണിക്കണം. ജാതിയും മതവും വർണ്ണവും പാർട്ടിയും കൊടിയും ഒന്നും ഇവിടെ പ്രസക്തമല്ല. ഇവിടെ പ്രസക്തമായത് മനുഷ്യനാണ്, ജീവനാണ്. ആ ജീവൻ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം. പ്രവർത്തിച്ചില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മിണ്ടാപ്രാണിയായി മിണ്ടാതെയെങ്കിലും ഇരിക്കണം. നമ്മൾക്ക് ഇപ്പൊ വേണ്ടത് ചേർത്ത് പിടിക്കലാണ്. ഒരുമിച്ച് നിൽക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. വയനാടിന്റെ കൂടെ, മലയാളികളുടെ കൂടെ, മനുഷ്യരുടെ കൂടെ നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. പ്രാർത്ഥന.